അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പ്രിയമുള്ളവരെ, അള്ളാഹു സുബ്ഹാനഹു തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു മാസക്കാലം നാം കഠിനമായ പ്രയത്നത്തിലും പരിശീലനത്തിലുമായിരുന്നു. നമ്മുടെ ശരീരത്തെയും നമ്മുടെ ഇഷ്ടങ്ങളെയും അള്ളാഹുവിൻ്റെ മുമ്പിൽ സമർപ്പിക്കാനുള്ള പരിശീലനവും അതിനുള്ള കഠിനമായ പ്രയത്നവുമാണ് നാം നടത്തിയത്. വലിയൊരു അളവോളം മുന്നോട്ട് പോകാൻ നമുക്ക് സാധിച്ചു. അൽഹംദുലില്ലാ, അള്ളാഹു ഇത് സ്വീകരിക്കുമാറാകട്ടെ. നമുക്ക് പകലുകളിൽ നോമ്പെടുത്തുകൊണ്ട് സ്വബർ കാണിക്കാൻ കഴിയും എന്ന് നാം തെളിയിച്ചിട്ടുണ്ട്. ഭക്ഷണം നമുക്ക് ആവശ്യമുണ്ടായിട്ടും അത് നമ്മുടെ കയ്യെത്തും ദൂരത്തുണ്ടായിട്ടും നാം കഴിച്ചിട്ടില്ല. വെള്ളം നമുക്ക് ആവശ്യമുണ്ടായിട്ടും അത് നമ്മുടെ കയ്യെത്തും ദൂരത്തുണ്ടായിട്ടും നാം കുടിച്ചിട്ടില്ല. നമ്മുടെ ശരീരത്തിൻ്റെ ആവശ്യങ്ങളെയൊക്കെ നാം നിയന്ത്രിച്ചു, അഥവാ എനിക്ക് സ്വബറുള്ളവരാവാൻ കഴിയും എന്ന് നാം തെളിയിക്കുകയായിരുന്നു. നോമ്പ് തുറന്നതിന് ശേഷം ക്ഷീണം ബാധിച്ച അവസരത്തിലും നാം എഴുന്നേറ്റ് പള്ളിയിൽ പോയി നമസ്കരിച്ചു. ക്ഷീണമുണ്ടെങ്കിലും അതിനപ്പുറത്ത് പ്രപഞ്ചനാഥൻ്റെ മുമ്പിൽ വണങ്ങാനും വഴങ്ങാനും ആവേശമുള്ളവനാണ് ഞാനെന്ന് നാം തെളിയിച്ചു കഴിഞ്ഞു. നമ്മുടെ ജീവിതത്തിലെ ഒരു മാസക്കാലം കൊണ്ട് പ്രയോഗതലത്തിൽ തെളിയിക്കപ്പെട്ടിട്ടുള്ള ഈ സൽക്കർമ്മങ്ങൾ നമ്മുടെ ജീവിതത്തിന് ചില പാഠങ്ങൾ നൽകണം. വരാനിരിക്കുന്ന ഇനിയുള്ള കാലങ്ങളിലും അള്ളാഹു ആയുസ്സു തരുന്ന അത്രയും ഈ സ്വബറോടും ഈ നന്മ ഉദ്ദേശിച്ചുകൊണ്ടും മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം. നമുക്ക് അള്ളാഹുവിന് തൃപ്തികരമല്ലാത്ത എല്ലാറ്റിൽ നിന്നും വിട്ടു നിൽക്കാൻ കഴിയണം. നമ്മുടെ ദേഹത്തിൻ്റെ അടിമകളായിത്തീരുന്ന അത്യന്തം അപകടകരമായ സാഹചര്യത്തിൽ നിന്ന് മുക്തി നേടി അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ചരിക്കാൻ ഇനിയുള്ള ജീവിതത്തിൽ നമുക്ക് കഴിയണം. അഥവാ ഈ റമദാൻ മാസത്തിലൂടെ ആർക്കൊക്കെയാണ് ഹിദായത്ത് ലഭിച്ചിട്ടുള്ളത് എന്ന് വരുംകാല ജീവിതം കൊണ്ടാണ് തെളിയിക്കാൻ പോകുന്നത്. അങ്ങനെ തെളിയിക്കപ്പെടുന്നവരിൽ ഉൾപ്പെടാൻ നമുക്ക് സാധിക്കണം. അതിന് നാഥനോട് കൂടുതൽ കൂടുതൽ വിനയാന്വിതരാവുകയും പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുകയും ചെയ്യണം. ഇസ്തിഖാമത്ത് എന്ന് പറയുന്നത്, സ്ഥിരമായിട്ട് ഈ സന്മാർഗത്തിൽ നിലകൊള്ളുക എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. അത് ഏറ്റവും ബോധപൂർവം ശ്രമിച്ചെങ്കിൽ മാത്രം സാധ്യമാകുന്ന ഒന്നാണ്. എല്ലാ നിയന്ത്രണങ്ങളുടെയും ചരട് പൊട്ടിച്ച് കൂടുതൽ കൂടുതൽ തിന്മകളിലേക്കും മോശപ്പെട്ട സാഹചര്യത്തിലേക്കും പോകുന്ന ഒരു സ്ഥിതിവിശേഷം ഒരിക്കലും ഉണ്ടാകാതെ നോക്കാൻ നാം ജാഗ്രത പുലർത്തണം. ആ അർത്ഥത്തിൽ ജീവിതത്തിൽ ശുദ്ധിയോടെ മുന്നോട്ട് പോകാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.